ചേട്ടാ ഇറങ്ങണില്ലേ? ഞാൻ ഇറങ്ങിയില്ല. പിന്നെ അങ്ങനെ ഇരിക്കണ എന്റെ ചേട്ടാ ഒന്ന് പെട്ടെന്ന് ആക്ക്. എന്താ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാ 1/2 മണിക്കൂർ എടുക്കും ചേട്ടാ. പിന്നെ ചിന്നു നമ്മള് പെട്ടെന്ന് പോവും. അത് തന്നെ അവളെ ആരത്തിന്റെ സമയത്തിന് എത്തിയാ പോരെ. അയ്യടാ, ഇത് ആൻസിയുടെ അനിയത്തിയുടെ കല്യാണം. എന്റെ എല്ലാ ഫ്രണ്ട്സും കാണും കേട്ടാ. എനിക്ക് നേരത്തെ പോണം. ബാ ഇതൊക്കെ ഇട് ചേട്ടാ പെട്ടെന്ന്. ഇട്ടിട്ട് അപ്പച്ചി എന്തോ അപ്പച്ചി റെഡി ആയില്ലേ ഇതുവരെ? ആ റെഡി ആയതാ, ഞങ്ങൾ ഇറങ്ങുവാ. പെട്ടെന്ന് വാ അങ്ങോട്ട്. ചേട്ടാ എനിക്ക് ചേട്ടാ അവളെ ബോളം കണ്ട അവളെ കൂട്ടുകാരി വാ വാ. ഞാൻ ഇറങ്ങണ്ട. എന്റെ ചേട്ടാ മതി ചേട്ടാ, ഇല്ലാത്ത എത്ര നേരം കൊണ്ട് സെറ്റ് ചെയ്യും. ഇത് പൊന്നപ്പച്ചി ഒന്ന് പെട്ടെന്ന് വരുവോ? എന്റെ പിങ്കി എന്തുവാ വരുന്ന്? മറിഞ്ഞടിച്ചൊന്ന് വീഴുമല്ലോ. എത്ര നേരം ഇത്? കൊള്ളാലോടി, നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്നെ കാട്ടിലും കൊള്ളാമോ? കൊള്ളായിരിക്കും. ചേട്ടാ എഴുന്നള്ളിയാ തമ്പുരാൻ. പോളി വരെ തുള്ളി മരുന്ന് കൊടുക്കാനൊന്നുമല്ലല്ലോ, കല്യാണത്തിനല്ലേ പോവാ. നീ എന്തിനാ കിടന്ന് ബഹളം വയ്ക്കുന്നത്? നിന്റെ കല്യാണം. പിന്നെ എന്റെ കല്യാണത്തിന് എത്ര ബഹളം വെക്കാമോ? എത്ര നേരം അതാ സൂപ്പർ. എന്നത് മാമ റെഡി ആവണില്ലേ? അയ്യോ മക്കളെ, ഞാൻ പറഞ്ഞില്ല. അത് എന്തോ എനിക്കൊരു വല്ലായ്മ കേട്ടാ. രാവിലെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, പെട്ടെന്ന് എന്തോന്ന് വെച്ച്? എന്തോ ഇപ്പൊ എനിക്ക് എന്തിനോടെ തോന്നണം. അത് മാത്രമല്ല, വീടും പൂട്ടി ഇട്ടിട്ട് എല്ലാവരും ഇറങ്ങി പോണത് ശരിയല്ല. ആരെങ്കിലും ഒരാളെങ്കിലും വേണം. ഞാൻ അവിടെ നിന്നോളാം മക്കളെ, നിങ്ങൾ പോയി. കഷ്ടമുണ്ട് മാമ, ആൻസി പ്രത്യേകം വിളിച്ചതല്ലേ വരണമെന്ന് പറഞ്ഞു. ഓ, അത് സാരമല്ല മക്കളെ. അതെല്ലാം പോട്ടി ഷാപ്പാടിന് എന്ത് ഉച്ചക്ക്? നമ്മളെല്ലാം കല്യാണത്തിനല്ലേ, ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല. മക്കളെ, നീ വരുമ്പോഴത്തേക്ക് ഒരു ബിരിയാണി മാറ്റോണ്ട് വാ. അന്ന് വേണ്ട, ഞാൻ കല്യാണത്തിന് പോയിട്ട് വരുമ്പോൾ അവിടെ നിന്ന് പോയിക്കൊണ്ട് വരാം അല്ലേ. ഒരു കവറും കൂടെ എടുത്താൽ മതി, നമുക്ക് വൈകുന്നേരത്തേക്കും കൂടെ എടുക്കാം. പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാക്കാം. ഓ എന്നെ നാണം കെടുത്തുവോ ചേട്ടാ? ഒന്നും വേണ്ട. അപ്പോ നമ്മൾ പോയിട്ട് വരുമ്പോ ദം ബിരിയാണി മേടിച്ചോണ്ട് ഓ വരാം. ശരി ശരി ശരി. മാമ എന്ത് വരാൻ ചോദിച്ചാൽ ഞാൻ എന്തോന്ന് പറയണം? വയറ്റിന് സുഖമല്ലെന്ന് പറഞ്ഞാൽ ഓ ഇവിടെ ഇളകി പടഞ്ഞ് കിടക്കണമെന്ന് പറ. നിങ്ങൾ ഇങ്ങനെ ചുമ്മാ കിടന്ന് സംസാരിച്ചോണ്ടിരിക്കല്ലേ? ഫുഡ് തീർന്നു പോയുള്ളൂ. ഈ ഫുഡ് അടിക്കാനാ കല്യാണത്തിന് പറഞ്ഞത്? പിന്നല്ലാണ്ട് നീ അവളെ പോകാൻ പറ, അവൾക്ക് ഭ്രാന്ത്. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ അച്ഛന് വേറെ തന്നെ തോന്നിപ്പിട്ട് അങ്ങനെ ഫുഡ് എടുക്കും, നാണക്കെടില്ലേ? നമുക്ക് പല്ലു തന്നെ പറഞ്ഞാലോ? താങ്ങി തൂങ്ങി നിൽക്കാതെ പോണെങ്കിൽ പോവാൻ നോക്കടാ, താടി കെടുത്തതിന് മുമ്പ്. ഞാൻ പറഞ്ഞ കാര്യത്തിലായി എന്താടാ താമസിക്കുന്നത്? നീ തെറ്റി ഏഴേ കിട്ടുന്നു. ഞാൻ ഇപ്പം വരുമെന്ന്. ശരി ശരി എടാ, ഇന്ന് നമുക്ക് ആർക്ക് പൊളിക്കാടാ. ശരി ശരി. நல்ல பிள்ளைகளை நம்பி இந்த நாடே ஒரு சரித்திரம் இருக்குது தம்பி. நல்ல நல்ல பிள்ளைகளை நம்பி இந்த நாடு இருக்குது தம்பி. இந்த நாடே இருக்குது தம்பி. சின்னஞ்சிறு கைகளை நம்பி இந்த சரித்திரம் இருக்குது தம்பி. சின்னஞ்சிறு கைகளை நம்பி இந்த சரித்திரம் இருக்குது தம்பி. நல்ல நல்ல பிள்ளைகளை நம்பி இந்த நாடே. 50 രൂപ പെട്രോൾ ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ അടച്ചിട്ടിരുന്നതാണ്. ഇത് പണ്ട് സമയത്തിന് കയറി പണി മുടക്കും പോലെ ആയിപ്പോയി. ശരിക്ക് പാവന്മാരവിടെ കാത്തിരിക്കുകയും ചെയ്യുമല്ലേ. ആവശ്യത്തിന് ഉപകരിക്കാത്തൊരു വണ്ടിയായി പോയത്. എന്ത് കഷ്ടം. ഇനി എങ്ങനെയെങ്കിലും അവിടെ എത്തിയേ പറ്റൂ. കട്ടപ്പണിയാണ് കേട്ടോ നീ. എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടതിന് പിന്നെ ഞാൻ അവളത്ത് പോയി ദേഷ്യപ്പെട്ടാ? നിങ്ങൾ കണ്ടത് കാടിയൊക്കെ വലിച്ച വരി തിന്നാൻ പോയതെന്തിന്? അയ്യോ, ഇതെന്തൊരു ഒരിക്കലും അടച്ചിടാത്ത വീട്. ഇതിന് അടച്ചിരുന്നെന്തിന് വിളിയണേ?
എന്ത് കാണിച്ചിരിക്കണത്? അപ്പോ മാമ അച്ഛാ എനിക്ക് വയറുവേദന എടുക്കണം. വാതിൽ പറ കളിക്കാതെ. ഉറങ്ങണമെന്നാണ് തോന്നണടി. എനിക്ക് വയ്യ. എന്റെ മാറി അടിച്ച് കയറി കൊടുക്കണം. വയറുവേദന നേരത്തെ പറഞ്ഞല്ല. കഷ്ടം തന്നെ ചേട്ടാ, ഡോറ് തുറക്ക്. എനിക്ക് ഇനി വയ്യ. അപ്പൂനൊന്ന് വിളിച്ചു നോക്ക്. നിങ്ങൾ വിളിക്കുക എന്തെന്ന് വെച്ചാൽ ഇറ്റാനും വയ്യ, എന്തൊരു മടിയനാണോ. ഈ വീട് പൂട്ടിട്ട് വെള്ളത്ത് പൊയ്ക്കിടുന്നുണ്ട്. എവിടെ പോയെന്ന് ചോദിച്ചാണ് ഇങ്ങോട്ട്. ബെസ്റ്റ് ഔട്ട് ഓഫ് കവറേജ്. നിന്റെ സ്പെയർ താക്കോലുണ്ടല്ലോ അതെടു. സ്പെയർ താക്കോലോ? ഓ അത് ഞാൻ അലമാരിക്കകത്ത് വെച്ചേക്കണ്. വെച്ചേക്കണ അതോടെ സേഫ് ആയിട്ട് ഇരിപ്പുണ്ടല്ലോ അല്ലേ? ചേട്ടാ ഡോറ് വെട്ടിപ്പൊളിച്ചാണ്. അത് എന്റെ വീടാണെന്ന്. നിനക്ക് ബാത്റൂമിൽ പോണോ പിങ്കി? അപ്പോഴാണ് നിന്റെ ഡോറ്. ഇനിയിപ്പോ എന്ത് ചെയ്യൂ നീ? അങ്കിളെ നമുക്ക് കാർത്തുന്റെ വീട്ടിൽ പോയാലോ? ആ അവിടെ പോയില്ലേ, അവരെല്ലാരും ബാംഗ്ലൂർ പോയിക്കല്ലേ. ആ അവിടെ താക്കോലെട്. പക്ഷെ ചെറിയ പ്രശ്നമുണ്ട്. അത് ഞാൻ അകത്ത് ജനലിന്റെ അവിടെ തൂക്കിട്ടേക്ക്. അത് എടുക്കാൻ ചേട്ടാ. കണ്ടവന്റെ ഒക്കെ എടുത്തോണ്ട് നമ്മൾ കല്യാണത്തിന് പോണത്. നീ ഈവന്റെ താക്കോൽ എടുത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യൂ നീ? ഭാര്യയും കൊള്ളാം ഭർത്താവും കൊള്ളാം. അങ്കിളെ എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്താന്ന്? ബാത്റൂമിലേക്കുള്ള വഴി കാണിച്ചത്. ഇത് അറിഞ്ഞിട്ടാണ് ഇത്ര നേരം മിണ്ടാ സത്ത്. മാറങ്ങോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞേ എന്റെ ഇവിടെ തുറക്കാൻ പറ്റുമോ നോക്കട്ടെ.